ഹായ് വെൽക്കം ടു കോഡ് യുറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് ജെമിനിയിൽ നമുക്ക് ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പ്രോംപ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കിടിലൻ AI ടൂളാണ്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനാന prompt.xyz എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോകുക, ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് banana.prompts.xyz എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ ഒരു ലിങ്ക് കിട്ടും. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ഈ വെബ്സൈറ്റിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഹോം സ്ക്രീനാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലോഗിൻ്റെയോ അങ്ങനെയുള്ള ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് നേരെ ഈ ഹോം സ്ക്രീനിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അപ്പം അതിൻ്റെ താഴെയായിട്ട് വരുമ്പോഴത്തേക്കും ഇത് ഒരുപാട് സെർച്ച് ചെയ്യാനായിട്ടുള്ള കാറ്റഗറി വൈസ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ താഴേക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ കുറേ മോഡൽ ഇമേജസും അതിൻ്റെ പ്രോംപ്റ്റുകളും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ ഈ പ്രീമിയം എന്ന് കാണിക്കുന്നത് പെയ്ഡാണ്. നമുക്ക് ഈ ഫ്രീ ആയിട്ടുള്ളത് കോപ്പി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതെല്ലാം ഫ്രീ ആയിട്ടുള്ള ഇമേജസ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റുകളാണ്. അതെല്ലാം നമുക്ക് അവിടുന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് അതിൻ്റെ മോഡൽ ഇമേജും കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരുപാട് ഇമേജസ് ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ഇമേജസ്, പല ടൈപ്പിലുള്ള ഒരുപാട് ഇമേജസ് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴേക്ക് നോക്കുക. ഇതിലെല്ലാം ഈ ഫ്രീ ആയിട്ടുള്ള കോപ്പി എന്ന് കാണിക്കുന്ന എല്ലാം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ ജസ്റ്റ് ഒരു ഇമേജ്, ഏത് ഇമേജാണോ നിങ്ങൾക്ക് മാറ്റേണ്ടത് ആ ഇമേജ് ഇവിടെ ജെമിനി വന്നിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം ജസ്റ്റ് ഏത് സ്റ്റൈലാണ് വേണ്ടത് അതിൻ്റെ പ്രോംപ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് കോപ്പി ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പേജ് ഫുള്ളായിട്ട് ഓപ്പൺ ആവും. അവിടുന്ന് നിങ്ങൾക്ക് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെയും താഴെ കോപ്പി എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല ഇവിടുന്ന് ജസ്റ്റ് അങ്ങ് കോപ്പി ചെയ്താൽ മതി. കോപ്പി ചെയ്തതിന് ശേഷം ജെമിനി വരിക, നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്ത ഇമേജിന് താഴെ ഈ പ്രോംപ്റ്റ് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇമേജിനെ അത് നമ്മൾ കൊടുത്ത മോഡൽ ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ആണോ, ഇപ്പോൾ അത് കൺവേർട്ട് ആയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ആ മോഡലിലേക്ക് നമ്മുടെ ഇമേജ് ജസ്റ്റ് കൺവേർട്ടായി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പ്രോംപ്റ്റ്, വേറെ ഏതെങ്കിലും സ്റ്റൈലിലുള്ള പ്രോംപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ട് ഒരു പ്രോംപ്റ്റ് കോപ്പി ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നുകൂടെ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മളെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ തന്നെ മാറ്റാനായിട്ട് ഈ പ്രോംപ്റ്റ് ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അതിനെ ഈ സ്റ്റൈലിലേക്ക്, നമ്മളിപ്പോൾ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ചുള്ള സ്റ്റൈലിലേക്ക് ജെമിനി അതിനെ കൺവേർട്ട് ചെയ്യും. കണ്ടോ, ഇപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ ആ ഇമേജിനെ അത് കൺവേർട്ട് ചെയ്തു. ഇതുപോലെ ഒരുപാട് പ്രോംപ്റ്റുകൾ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഓരോന്നും മാറ്റി പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വിശ്വസിച്ച് നമുക്ക് നോക്കാം. ജസ്റ്റ് ജെമിനി വരിക, വീണ്ടും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് ജനറേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴേക്ക് പോകുമ്പോൾ ഒരുപാട് പ്രോംപ്റ്റുകൾ അവൈലബിൾ ആണ്. കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാവുന്നതാണ്. കപ്പിൾ ഫോട്ടോ കൊടുത്തിട്ട് കപ്പിളായിട്ടുള്ളത് ചെയ്യാം. ഒരുപാട് സ്റ്റൈലിലുള്ള ബിസിനസ് ക്ലാസ് സ്റ്റൈലിലുള്ള ഫോട്ടോസ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് സ്റ്റൈലിലുള്ള ഫോട്ടോസ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ആ ഫോട്ടോ, നമ്മൾ കൊടുത്ത ആ ഫ്രെയിമിൻ്റെ ആ ഫോട്ടോ, നമ്മൾ ആ രീതിയിലുള്ള ഒരു ഫോട്ടോ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്ട്രീറ്റ് നിൽക്കുന്നതായിട്ടൊരു ഇമേജ് ഉണ്ട്. അത് ജസ്റ്റ് നമുക്കൊന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്കത് ജനറേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ചുള്ള ഇമേജ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. കേട്ടോ, ഇപ്പോൾ പുതിയ ഒരു ഇമേജ്, ആ സ്റ്റൈലിലുള്ള ഇമേജ് നമുക്കിവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. കേട്ടോ, ഇതിപ്പോൾ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ആയി കിട്ടും. ഫുൾ സൈസിൽ ഡൗൺലോഡ് ആയി കിട്ടും. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഡൗൺലോഡ്സ് ഫോൾഡറിൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് എത്ര ഇമേജ് വേണമെങ്കിലും ജനറേറ്റ് ചെയ്ത് നോക്കാം. താങ്ക് യു സോ മച്ച്.